ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കളരിക്കൽ തറവാട്ടിലെ ശാപം നിസാരമല്ലല്ലോ. അപമൃത്യു ഏറെ ഉണ്ടായിട്ടുണ്ട് ആ കുടുംബത്തില്. ഞങ്ങൾക്ക് വ്യക്തമായില്ല. പറയാം. പൂർവികർ ബോധപൂർവം മറന്നു കളഞ്ഞൊരു ശാപകഥ നിങ്ങളുടെ തറവാടിനുണ്ട്. ഇത് വാമദേവൻ തിരുമേനിയുടെ വീടാ. ജോത്സ്യന, മന്ത്രവാദിയ. മാത്രവുമല്ല, പേരുകേട്ട തറവാട്ടുകാരെല്ലാം ഒരേപോലെ പേടിക്കുന്ന ആളാ. പേര് പറഞ്ഞാൽ അറിയാവുന്ന എല്ലാ തറവാട്ടുകാരെ കുറിച്ചും ഭൂതവും ഭാവിയും ഒക്കെ അറിയാവുന്ന ആളാ ഈ മഹാൻ. ഇവിടെ മതി, ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. വരൂ, സ്വാമിജി കാത്തിരിക്കുക. ആ ശരി, വാ മോളെ, വാ. വന്ന കാര്യം ദ്രുതഗതിയിൽ തന്നെ നടക്കേണ്ടതാണ് അല്ലേ? ഒട്ടും സമയം കളയാനില്ലാത്തൊരു കാര്യം. അതെ തിരുമേനി, അതെങ്ങനെ അങ്ങേക്ക്? കോടങ്കി ശാസ്ത്രത്തിന്റെ ലക്ഷണപ്രകാരം മനുഷ്യന്റെ മുഖത്തേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് പാദങ്ങളാണ്. ഉറപ്പില്ലാത്ത ചുവടുകൾ, അഗ്രം വിറയ്ക്കുന്ന വിരലുകൾ എല്ലാം തിടുക്കത്തിന്റെ ലക്ഷണങ്ങളാണ്. ഇരുന്നോളൂ. വാ മോളെ. കളരിക്കൽ തറവാട് അല്ലേ? എന്താണാവോ ആവശ്യം? ഒരു വിവാഹം മുടക്കണം. അനന്തരവന്റേതാണ്. വലിയ വലിയ കുടുംബങ്ങളുടെ അകത്തളങ്ങളിൽ ഇതൊരു പതിവ് കാര്യമാണല്ലോ. നമുക്കത് പുതുമയല്ല. വിവാഹത്തിനുള്ള തീയതി നിശ്ചയിച്ചു. ജാതകങ്ങൾ തമ്മിൽ ഏറെ പൊരുത്തമുണ്ടെന്നാണ് ജ്യോത്സ്യര് പറയുന്നത്. രണ്ടുപേർക്കും ദീർഘായുസുണ്ടെന്നും പറഞ്ഞു. ജാതകങ്ങൾ രണ്ടും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റാർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധത്തിൽ തിരുമേനി അതൊന്ന് തിരുത്തണം. പ്രഗത്ഭന്മാരായ ആരെങ്കിലും കൊണ്ട് സൂക്ഷ്മ വിശകലനം നടത്തിയാലും വിവാഹം മുടങ്ങുന്ന രീതിയിൽ. ഗൃഹഭരണം തന്നെയാണോ ചെയ്യുന്നത്? ആ അതെ. പക്ഷെ കയ്യിലിരിപ്പ് അതിലും മേലെയാണ്. ജാതകങ്ങൾ തരൂ. ഈ ജാതകങ്ങൾ തമ്മിൽ ചേർച്ചയുണ്ടെന്ന് ആരാ പറഞ്ഞേ? തിരുമുറ്റത്ത് ഗോവിന്ദനാശാൻ. കള്ളം. ഈ വിവാഹം മുടക്കാൻ ഞാനായിട്ട് ജാതകങ്ങളിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ ജാതകങ്ങൾ തമ്മില് ഒരു കാരണവശാലും ചേരില്ല. പക്ഷേ തിരുമേനി, ആരോ യാഥാർത്ഥ്യം മറച്ചു വെച്ചിരിക്കുന്നു. യാഥാർത്ഥ്യം മറച്ചുവെച്ച് ഈ വിവാഹം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ രണ്ട് ജാതകങ്ങൾ ചേരില്ല, അതിൽ സംശയം വേണ്ട. ഈ രണ്ട് ജാതകങ്ങൾ കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചാൽ അതിൽ കാണുന്നത് ഒരു മരണമാണ്, ഒരു ദുർമരണം. കളരിക്കൽ തറവാട്ടിലെ ശാപം നിസാരമല്ലല്ലോ. അപമൃത്യു ഏറെ ഉണ്ടായിട്ടുണ്ട് ആ കുടുംബത്തില്. ഞങ്ങൾക്ക് വ്യക്തമായില്ല. പറയാം. പൂർവികർ ബോധപൂർവം മറന്നു കളഞ്ഞൊരു ശാപകഥ നിങ്ങളുടെ തറവാടിനുണ്ട്. അതൊരു വിപ്രശാപമാണ്. അതായത് ബ്രാഹ്മണ ശാപം.
അരിക്കൽ നാട്ടുവംശത്തെ പുരുഷന്മാർ ആദ്യവേളി കഴിച്ചെത്തുന്ന കന്യകമാർ സർപ്പദംശനം മൂലം മരിക്കാൻ ഇടവരട്ടെ. ആ ശാപമനുസരിച്ച് കളരിക്കൽ തറവാട്ടിലേക്ക് വിവാഹം കഴിച്ചെത്തുന്ന പെൺകുട്ടി ഏതാനും ദിവസത്തിനുള്ളിൽ നാഗദംശനമേറ്റ് മരിച്ചിരിക്കും. ഉണ്ടോ അങ്ങനെയുള്ള അനുഭവങ്ങൾ? ആ ഉണ്ട്. ഏട്ടന്റെ ആദ്യ ഭാര്യ മരിച്ചത് പാമ്പ് കടിച്ചിട്ടാ. മുത്തശ്ശിയുടെ കാര്യം അങ്ങനെ തന്നെയാ, പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനി എന്തിനാ സംശയം? ഇപ്പോഴും ആ നാഗശാപം വിട്ടുമാറിയിട്ടില്ല. തറവാടിനെ ചുറ്റിപ്പറ്റി ആ നാഗങ്ങൾ ഇഴഞ്ഞു നടക്കുന്നുണ്ട്, അവരുടെ അടുത്ത ഇരയെ തേടി. അപ്പോ ഈ വിവാഹം നടന്നാൽ മരണം നിശ്ചയം. ഈ ജാതകക്കാരന് ഭാര്യയായിട്ട് വരുന്ന പെൺകുട്ടിയുടെ മരണം നിശ്ചയമാണ്. അത് മാറ്റുക എന്നുള്ളത് മനുഷ്യസാധ്യമല്ല. അറിവില്ലായ്മ കൊണ്ടാണ് ഈ തീരുമാനമെടുത്തതെങ്കിൽ തിരുത്താൻ ശ്രമിച്ചോളൂ. അല്ലെങ്കിൽ അപമൃത്യു തന്നെ കാണേണ്ടി വരും. നിങ്ങൾക്ക് മടങ്ങാം. കേട്ടതൊന്നും വിശ്വസിക്കാനേ തോന്നുന്നില്ല. അമ്മ, ഞാൻ ഇത്രയും കാലം വാശി പിടിച്ചത് എന്റെ മരണത്തിന് വേണ്ടി തന്നെയായിരുന്നോ? നമ്മൾ ആഗ്രഹിച്ചതുപോലെ നവീൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയിരുന്നെങ്കിൽ എനിക്ക് ദുർമരണം സംഭവിക്കായിരുന്നില്ലേ? തറവാട്ടിലെ എല്ലാ കാര്യങ്ങളിലും എന്റെ കണ്ണെത്തുന്നുണ്ടായിരുന്നെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഇങ്ങനൊരു ശാപത്തിന്റെ കഥ എന്റെ ചെവിയിൽ വീണില്ല. ഏട്ടനും അമ്മയും രഹസ്യമായി കൂടെ കൂടെ സംസാരിക്കുന്നത് എന്താണെന്ന് ഇപ്പൊ ബോധ്യായി. അല്ലമ്മേ, തിരുമേനി പറഞ്ഞ സത്യമാണെങ്കിൽ മരണം നിശ്ചയമല്ലേ? പിന്നെന്തിനാ എല്ലാരും ഇതിന് തയ്യാറാവുന്നേ? അത് വലിയ വലിയ തറവാടുകളിലും രാജകുടുംബങ്ങളിലും ഒക്കെ നടക്കുന്ന രഹസ്യങ്ങളാ. സ്വന്തം കുടുംബത്തിൽ ആരെയാണോ സുരക്ഷിതമാക്കേണ്ടത് അതിനുവേണ്ടി ആരെയും ബലി കഴിക്കാനും മടിക്കില്ല. അമ്മയ്ക്കും നന്ദേട്ടനും ഒക്കെ കാര്യങ്ങൾ ഭംഗിയായിട്ട് അറിയാം. അത് ഗാഥയായാലെന്ത്, മറ്റാരെങ്കിലും ആയാലെന്ത്, അങ്ങനെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക. അങ്ങനെ നോക്കുമ്പോ ഞാനും നവീനും തമ്മിലുള്ള കല്യാണത്തിന് സമ്മതിക്കാത്തതിൽ അവരുടെ ഭാഗത്ത് തെറ്റില്ല. തൽക്കാലം അറിയാനുള്ളതെല്ലാം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. മുത്തശ്ശന്റെയും നന്ദേട്ടന്റെ ഉദാഹരണങ്ങള് നമ്മുടെ മുമ്പിലുണ്ട്. ഇനിയാടി നമ്മൾ സൂക്ഷിച്ചു കളിക്കേണ്ടത്. ഈ വിവാഹം മുടങ്ങാൻ നമ്മൾ ഇനി ശ്രമിക്കുന്നില്ല. ഗാഥ വരുന്നത് മരണത്തിലേക്കാണെങ്കിൽ നമ്മളത് തടയേണ്ട കാര്യം എന്താ? അഹങ്കാരിയായ സിത്താരയുടെ അഹങ്കാരിയായ മകള് അങ്ങനങ്ങ് തീരട്ടെ. അവള് ചത്ത് വീണ് കഴിയുമ്പോ നവീൻ തളർന്നു പോകും. അപ്പോ അവനെ ആശ്വസിപ്പിക്കാനുള്ള ചുമതല നിനക്കായിരിക്കും.